ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ, ഒരു നായർ കുടുംബത്തിലാണ് ജനിച്ചത്. അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി പറയുന്നു. കരുനാപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റൽ ഇട്ടിട്ടുണ്ട്. ഡോക്ടറിന്റെ വചന ശുശ്രൂഷ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ഏറ്റവും സ്നേഹത്തോടെ ഡോക്ടറെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു മാഡം, താങ്ക് യു. ഈ കൂട്ടായ്മയില് വീണ്ടും വരുന്നത് എന്തോ എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയൊരു സന്തോഷം. നിങ്ങളെയൊക്കെ കാണുമ്പോ ഞാന് എനിക്ക് തോന്നുന്നു മിക്കവരും തന്നെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ക്രിസ്തുവിലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ പല കൂട്ടായ്മകളിലും ഞാൻ വചനം സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഒരു കൂട്ടായ്മയിലുള്ള ഒരു വലിയ ഒരു ഊഷ്മളതയും ദൈവസാന്നിധ്യവും നിങ്ങളുടെ ആ ഒരു സ്നേഹവും അന്യോന്യമുള്ള സ്നേഹവും കരുതലും ആ ഒരു പ്രാർത്ഥനയും എല്ലാം അതെല്ലാം തീർച്ചയായിട്ടും അത് വലിയൊരു സൗരഭ്യവാസനയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ എത്രയധികം സ്വർഗത്തിൽ അത് അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു വലിയ സന്തോഷത്തോടെ ഞാൻ ആയിരിക്കുന്നു. നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കണ്ണടച്ച് കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. അവിടുത്തെ തിരുസാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടിവരവുകൾ വ്യർത്ഥമായി പോകുമല്ലോ. അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളത്തിന് സമ്പൂർണ്ണമായിട്ട് ഒരു പൂജ്യമായിട്ട് കർത്താവെ, ഒരു സീറോ ആയിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും ആ ജീവജല നദികളാൽ ഓരോരുത്തരെയും ഞങ്ങളെ നിറച്ചാട്ടെ. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് അറിയണം. കർത്താവെ, അങ്ങോട്ട് കൂടുതൽ ഞങ്ങൾക്ക് അടുക്കണം. അവിടുത്തെ മറുപടി ചാരി അവിടുത്തെ അസ്വസ്ഥതയില് സമാധാനത്തോടെ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നത് കർത്താവെ വ്യക്തമായിട്ട് കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു രൂപാന്തരത്തിന് കാരണമാകുവാനും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവെ, ഞങ്ങള് ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടെ ആഴത്തിലേക്ക് അങ്ങയിലേക്ക് അടുക്കുവാൻ, കുറച്ചുകൂടെ ആഴത്തിൽ അങ്ങയെ സ്നേഹിപ്പാൻ, കുറച്ചുകൂടെ ആഴത്തിൽ പരസ്പരം സ്നേഹിപ്പാനും കർത്താവെ കുറച്ചുകൂടെ യേശുവിനെ പോലെ ആയിത്തീരുവാനും ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളെ അങ്ങ് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നവരും നനയ്ക്കുന്നവരും എല്ലാം അത്യന്തപരമായിട്ട് അവിടുന്ന് ചെയ്യുമെല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. സോ അപ്പൊ ഇന്ന് ഈ ഒരു സായം സന്ധ്യയില് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ദൈവവചനമാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. അത് നിങ്ങളുടെ വചനമൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവരും കുറച്ച് മാസങ്ങളായിട്ട് കേൾക്കുന്നവരും വർഷങ്ങളായിട്ട് കേൾക്കുന്നവരും ആ ഒരു വചനത്തോട് കമ്മിറ്റ് ചെയ്ത് നിങ്ങൾ വചനപ്രകാരം ജീവിതം സമർപ്പിച്ചവരും ഒക്കെ പല സ്റ്റേജിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം ഏറ്റവും പ്രാഥമികമായിട്ട് ഏറ്റവും ആത്മീയമായിട്ട് ഏറ്റവും ശൈശവാവസ്ഥയിലുള്ളവർക്ക് വരെയും മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന് കുറച്ചുകൂടെ ആഴത്തിലും ഒക്കെ വചനങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ വാക്യം. എന്താ? അധ്വാനിക്കുന്നവരും എന്ന് ഞാൻ തുടങ്ങിയാൽ മതി, ബാക്കി എല്ലാവർക്കും അത് പൂരിപ്പിക്കാൻ അറിയാം. നമുക്ക് മത്തായി 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് അതിന്റെ കുറച്ചുകൂടെ നമ്മള് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതിലും കുറച്ചുകൂടെ അതിന്റെ ആഴത്തിലേക്ക്, കുറച്ചുകൂടെ അതിന്റെ കർത്താവിന്റെ അസ്വസ്ഥതയുടെ ആശ്വാസത്തിന്റെ ഒരു മാധുര്യത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, അതിന്റെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു ധന്യതയാണല്ലോ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോ ആ ഒരു വചനം ആരാ പറഞ്ഞെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, യേശു കർത്താവ് പറഞ്ഞ വാക്യമാണ്. നമുക്ക് ആ വാക്യത്തിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ കർത്താവിന്റെ അടുക്കല് യഥാർത്ഥത്തില് വന്നിട്ടുള്ളവരാണ് നമ്മള് ഒരുപക്ഷെ ഇവിടെ ആയിരിക്കുന്ന, ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും പറയും, ഞാൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്, ഞാൻ കർത്താവിന്റെയാ. എന്നാൽ കർത്താവിന്റെ അടുക്കല് നമ്മൾ യഥാർത്ഥത്തിലായിരിക്കുമ്പോൾ അവിടെ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്തിരിക്കും? ആശ്വസിപ്പിച്ചിരിക്കും. അപ്പൊ ഇപ്പോ നമുക്ക് ഒരുപക്ഷെ ചില കാര്യങ്ങളില്, ചില വിഷയങ്ങളില്, ചില നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ ഒരു ആശ്വാസം ഇല്ലാതെ, ഒരു സ്വസ്ഥതയില്ലാതെ, ചില ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ, അതെ ശരിയാ, നമ്മളെല്ലാവരും പല പല ജീവിത സാഹചര്യങ്ങളിലുള്ളവരാ. അപ്പം നമുക്ക് ഈ വചനമൊക്കെ അറിയാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവര് നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന വചനമൊക്കെ നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമായിട്ട്, ഹൃദയസ്ഥമായിട്ട് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. മത്തായി 11-28. എന്നാൽ അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട്, നമുക്കതൊരു വെളിപ്പാടായിട്ട്
നമുക്കതൊരു അനുഭവമായിട്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവമായിട്ടൊരു ആശ്വാസമുള്ളവരായിട്ട്, ഒരു സ്വസ്ഥതയുള്ളവരായിട്ട് നമ്മളായി തീർന്നിട്ടുണ്ടോ? അപ്പൊ ആശ്വാസം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ആശ്വസിപ്പിക്കും എന്നുള്ള ആ ഒരു ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ ആശ്വസിപ്പിക്കും എന്നുള്ള ആ ഒരു വചനം, അത് മലയാളം ട്രാൻസ്ലേഷൻ വളരെ ഭംഗിയായിട്ട് ആശ്വസിപ്പിക്കും എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഗ്രീക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, പുതിയ നിയമം ഏത് ഭാഷയിൽ ആദ്യം എഴുതപ്പെട്ടത്? ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പഴയ നിയമം എബ്രായ ഭാഷയിലാണെങ്കിൽ പുതിയ നിയമം ഒറിജിനലായിട്ട് ഗ്രീക്കിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഗ്രീക്കില് ഈ അവിടെ ആശ്വസിപ്പിക്കും എന്നുള്ളത് നമുക്കറിയാം, നിങ്ങൾ പലരും ടീച്ചർമാരും സ്റ്റുഡൻസും ഒക്കെയാണ്. ഒരു വേർബൽ ഫോം ആണ്, അതൊരു ക്രിയാരൂപത്തിലാണ്. മലയാളത്തിൽ അത് അതുപോലെ തന്നെ സത്യവേദ പുസ്തകത്തിൽ കറക്റ്റ് ആയിട്ട് ആശ്വസിപ്പിക്കും എന്നുള്ളൊരു കാര്യം ക്രിയാരൂപത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ ഐ വിൽ ഗീവ് യു റെസ്റ്റ്, ഗീവ് യു റെസ്റ്റ് എന്നുള്ളത് ഒറ്റ വാക്കായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ആശ്വസിപ്പിക്കും എന്നുള്ളൊരു വാക്ക്. ആ ആശ്വസിപ്പിക്കുന്നുള്ള വാക്ക് അനാപ്പാവോ എന്ന് പറഞ്ഞൊരു വാക്ക്, അനാപ്പാവോ എന്ന് പറഞ്ഞൊരു വാക്ക്. അനാപ്പാവോ എന്നുള്ള ഒരു വാക്ക് എന്ന് പറയുമ്പം, അനാപ്പാവോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ ഗ്രീക്ക് വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എന്താ വേറെ ഡോക്ടറെ ഞങ്ങൾക്ക് എന്ത് മനസ്സിലാവാൻ, ഈ ഗ്രീക്കും ലാറ്റിനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് മനസ്സിലാവെന്ന് ചോദിച്ചാൽ അതിന്റെ ആ കുറച്ചുകൂടെ ഒരു ഡീപ്പർ, അതിന്റെ ഒരു സ്ട്രോങ്സ് ഡിക്ഷണറി ഒക്കെ ഗ്രീക്കിന്റെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഡിക്ഷണറി ആയിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പൊ അതില് ആ അനാപ്പാവോ എന്നുള്ള വാക്കിന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുള്ള മീനിങ് ഇങ്ങനെ പറയുന്നത്: ടു കോസ് ഓർ പെർമിറ്റ് വൺ ടു സീസ് ഫ്രം എനി മൂവ്മെന്റ് ഓർ ലേബർ ഇൻ ഓർഡർ ടു റിക്കവർ, റിഫ്രഷ് എന്നൊക്കെയുള്ള ഒരു മീനിങ്. എന്ന് പറഞ്ഞാല് ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പോ ഒരു ജലാശയത്തില് വെള്ളം, ഒരു നിശ്ചലമായ ഒരു ജലാശയത്തിൽ നമ്മളൊരു കല്ലെടുത്ത് ഇടുവാണെങ്കിൽ എന്താ, കുറെ റിപ്പിൾസ് ഉണ്ടാവും, കുറെ ഓളങ്ങൾ ഉണ്ടാവും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഓളങ്ങൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഓളങ്ങളൊക്കെ അങ്ങ് അനങ്ങി അത് സ്വസ്ഥതയിലേക്ക്, ഒരു നിശ്ചലതയിലേക്ക് വരും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ മനസ്സിലൊരു ട്രാങ്ക്വിലിറ്റി, ഒരു സ്വസ്ഥത, ഒരു നിശ്ചലത. വേറെ പല കാര്യങ്ങളുണ്ട്, ശരിയാണ്, നമുക്ക് ജോലിയുടെ ഭാരങ്ങളുണ്ട്, കുടുംബത്തിലെ പല ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, മക്കളുടെ കാര്യം, കൊച്ചുമക്കളുടെ കാര്യം, ബാക്കി ഭാര്യയുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, അമ്മായിയപ്പന്റെ കാര്യം, അമ്മായിയമ്മയുടെ കാര്യം, അപ്പന്റെ കാര്യം, അമ്മയുടെ കാര്യം, ബാക്കി പല പല കാര്യങ്ങൾ. ശരിയാണ്, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പല പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും, പലവിധമായിട്ടുള്ള ഭാരങ്ങളും, ചില സാമ്പത്തികമായിട്ടുള്ള ചില ഞെരുക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ രോഗാവസ്ഥകൾ കൊണ്ടുള്ള പ്രയാസങ്ങളായിരിക്കാം, ചിലപ്പം ജോലി സ്ഥലത്തൊക്കെയും, അല്ലെങ്കിൽ ചിലപ്പം വീട്ടിൽ തന്നെ ആയിരിക്കും ചില ഇൻലോസുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അമ്മായിയമ്മ അല്ലെങ്കിൽ മരുമകള്, അമ്മായിമ്മ പോര്, മരുമകൾ പോര്, അല്ലെങ്കിൽ അളിയൻ, അയൽവക്കക്കാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങള്, ചില തർക്കങ്ങള്, ചില വാദങ്ങള്, ജോലി സ്ഥലത്ത് തന്നെ കൊളീഗ്സ്, നമ്മുടെ സഹപ്രവർത്തകർ നമ്മളെ ഞെരുക്കുന്ന, നമ്മളെ ചൂഷണം ചെയ്യുന്ന ചില തലങ്ങളായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടുന്ന വണ്ണം ജോലിയിൽ വേണ്ടുന്ന വണ്ണം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ടുന്ന വണ്ണമുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജോലിക്ക് അതിന്റെ ഇൻക്രിമെന്റ്, അതിന്റെ ഉയർവ് ലഭിക്കൂ, പ്രൊമോഷൻ, അതുപോലെയൊക്കെയുള്ള വേറെ പല പല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭാരങ്ങളായിരിക്കും. ഇന്ന് നമ്മളുടെ മനസ്സിന്റെ ആ നിശ്ചലത കെടുത്തുന്ന പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെയായിരിക്കും ഓർമ്മ വരുന്നത്? ചിലപ്പോൾ ഇന്ന് നാളെ നീറ്റ് എക്സാം എഴുതുന്ന പിള്ളേരുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഇവിടെ കാണും, അതേക്കുറിച്ചായിരിക്കും ടെൻഷൻ ആയിരിക്കും. അയ്യോ, എന്റെ കുഞ്ഞ് ഇത്രയും ഒരു വർഷം കളഞ്ഞ് പഠിച്ചു, അയ്യോ അത് എന്തെങ്കിലും ആവൂ, എന്തെങ്കിലും പറ്റുമോ, നാളെ എല്ലാം എഴുതുവോ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളായിരിക്കാം. നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും ആ ഒരു കാറ്റും കോളും ഉള്ള ഒരു ഗലീല കടലാണ് നമ്മളുടെ മനസ്സ് പലപ്പോഴും. എന്ന് പറഞ്ഞാല് ഗലീല കടൽ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഗലീല കടലിലാണല്ലോ കർത്താവ് കാറ്റും കോളും ഒക്കെ പലതവണ ശാന്തമാക്കിയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. ഗലീല കടലിനെ കുറിച്ച് പറയുമ്പം അതൊരു ചെറിയൊരു അതൊരു കടൽ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതൊരു പല ചുറ്റും മലകളും ഒക്കെ ഉള്ള, മലകളാലൊക്കെ ചുറ്റപ്പെട്ട ഒരു കടലിന്റെ ഒരു ഭാഗം, ഒരു തടാകം പോലെയുള്ള ഒരു ഹിൽ സറൗണ്ടിങ് ദ ലേക്ക് ഗലീലി. ഇറ്റ് ഇസ് ഡീപ്, സഡൻ സ്റ്റോംസ് ആർ കോമൺ. വളരെ ആഴത്തിലുള്ള ഒരു തടാകമാണ്. പെട്ടെന്നുള്ള പല സ്റ്റോംസ്, കൊടുങ്കാറ്റുകളൊക്കെ വളരെ സാധാരണമായിട്ടുള്ള ഒരു തടാകം, ഒരു ആഴത്തിലുള്ള ഒരു ഗലീല കടലിനോ, ഗലീല തടാകം, സീ ഓഫ് ഗലീലി എന്നോ ഗലീല കടൽ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ ഗലീല കടലിലാണ് പലപ്പോഴും കർത്താവ് ഓളങ്ങളൊക്കെ ശാന്തമാക്കുന്ന ഒരു രംഗം. നമുക്ക് ആ ഒരു രംഗം നമ്മൾ ഈ മത്തായി 11 നമുക്ക് മർക്കോസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, മർക്കോസിന്റെ സുവിശേഷത്തിലെ ആ ഒരു 4-ാം അധ്യായത്തിലെ ആ ഒരു കാര്യം, 4-ാം അധ്യായത്തിലെ ഈ ഒരു സംഭവം, അവിടെ നമ്മളവിടെ 4-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം,
മർക്കോസിന്റെ സുവിശേഷം 4-35 വാക്യത്തിൽ, അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോവുകയെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. അവിടെ അതിന് തൊട്ടു മുമ്പ് കർത്താവ് പല പാരബിൾസ്, പല ഉപമകളൊക്കെ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവ് തന്നെയാണ് അവരോട് പറഞ്ഞത്. നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിലായിരിക്കുമ്പോ ദൈവത്തിന്റെ കർത്താവിന്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത എല്ലാം അങ്ങ് സുഗമമായിട്ട് പോയിക്കോളൂ. ഒരു ബെഡ് ഓഫ് പ്രോസസ് മാതിരി യാതൊരു പ്രതിസന്ധികളും ഇല്ല, യാതൊരു കോളും ഇല്ല, കാറ്റും ഇല്ല. അങ്ങനെ ഒരു ഭയങ്കര അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മർക്കോസ് 4:35 കർത്താവ് തന്നെ അവരോട് പറഞ്ഞത് എന്താ? നമുക്ക് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞു. അവര് സ്വന്തമായിട്ട് തീരുമാനിച്ചെടുത്തതോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആക്കിയിട്ട് പോയതില്ല. അവര് കർത്താവിന്റെ വാക്കനുസരിച്ച് പോയതാ. കർത്താവും കൂടെ അവരുടെ കൂടെ പോവുകയാണ്. 4 മർക്കോസ് 4:35 വാക്യം. താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകുകളും കൂട്ടത്തില് ഉണ്ടായിരുന്നു. ലീവിംഗ് ദ ക്രൗഡ്, they took him along with them in the boat just as he was. കർത്താവ് അതുപോലെ തന്നെ കർത്താവിനെ അവരങ്ങ് ബോട്ടിൽ കൊണ്ടുപോവാ. വേറെ ചെറിയ പടകുകളൊക്കെ കർത്താവിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തുണ്ടായി? എല്ലാം വളരെ നിശ്ചലമായിട്ട് ശാന്തമായിട്ടിരുന്നു. ഇല്ല, ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പം ക്രിസ്തീയ ജീവിതത്തിലാണെങ്കിലും നമ്മളിപ്പം ലോകക്കാരുടെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കർത്താവ് നിശ്ചലത തരാം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കണക്കുള്ള ഒരു ആശ്വാസം, സ്വസ്ഥത തരാം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും എന്നുള്ളതല്ല, മറിച്ച് ശരിയാണ്, പല പ്രശ്നങ്ങളോ പല പ്രതിസന്ധികളോ ഒക്കെ ദൈവം തമ്പുരാൻ തന്നെ അനുവദിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം ദൈവം തന്നെ അനുവദിച്ചാണ്, ദൈവം തന്നെ അറിഞ്ഞാണ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ദൈവത്തിന് അതെല്ലാം അങ്ങ് മാറ്റിക്കൂടെ? പക്ഷെ എന്തിനാ ദൈവം ഈ കാറ്റുകളും കോളുകളും ഒക്കെ അനുവദിക്കുന്നതെന്ന് പറഞ്ഞാല് അതിന്റെ മധ്യത്തിലുള്ള ഒരു സ്വസ്ഥത. അപ്പൊ വേറെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സമയത്താണോ എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അത് ഈ ലോകക്കാരും പറയും. അവർക്കിപ്പോ എല്ലാം അവർ പ്രതീക്ഷിച്ചാണ് കാര്യങ്ങളിപ്പോ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ യേശുവിന്റെ സന്തോഷമൊന്നും വേണ്ട, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണെന്ന് അവരും പറയും. എന്നാൽ ബാക്കി പലതരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ള സമയത്ത് തന്നെ കർത്താവ് എപ്പോഴും നമുക്ക് പ്രതിസന്ധി തന്നുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ പറയുന്നത്. കർത്താവ് നമ്മളുടെ ദൈവം പിതാവ്, നമ്മളുടെ സർവീസനായ അപ്പച്ചനാണ്. ഹീസ് എ ഹെവൻലി ഡാഡ്, നമ്മുടെ പപ്പയാണ്. അപ്പോ നമുക്ക് ഏറ്റവും നന്മയ്ക്ക് വേണ്ടി തന്നെ ദൈവം എല്ലാം ചെയ്യത്തുള്ളൂ, വീണ്ടും കർത്താവ് ചെയ്തോളും. പക്ഷേ നമ്മളുടെ തന്നെ ഒരു സ്ട്രെങ്തനിങ്ങിനായിട്ട്, നമ്മളെ തന്നെ ആത്മീയമായിട്ട് കുറച്ചുകൂടെ ഒന്ന് നമ്മളുടെ ആത്മീയ മസിൽസ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി, ഇപ്പം ഈ മസിൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാര് വളരെ റെസിസ്റ്റൻസിന് എഗൻസ്റ്റ് ആയിട്ട് അവര് ഓരോ മസിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിബന്ധം അത് എടുക്കുമ്പോഴാണ്, ഒരു വെയിറ്റ് എടുക്കുമ്പോഴാണ് ആ മസിൽസ് പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അതിനോടൊപ്പമുള്ള പോഷണവും വേണം. എന്നാൽ അതുപോലെ തന്നെ നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിലും ദൈവം പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതൊരു പക്ഷേ സാത്താനിൽ നിന്ന് വരുന്നതായിരിക്കാം, ലോകവ്യവസ്ഥയിൽ നമ്മൾ ഈ ശാപഗ്രസ്തമായ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് വരുന്നതായിരിക്കാം, നമ്മളുടെ തന്നെ ജഡത്തിൽ നിന്ന്, നമ്മുടെ തന്നെ വീഴ്ചകളിൽ നിന്ന് തന്നെ, തെറ്റുകളിൽ നിന്നും നമ്മൾ തന്നെ ചെയ്ത പല അബദ്ധങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒക്കെ വരുന്നത് പോലെയുള്ള ഒക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. ഏത് കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ പോലും ദൈവം അറിയാതെ അനുവദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വിതൗട്ട് ഹിസ് നോളജ് ആൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാം എന്റെ കുഞ്ഞിനെ എത്രമാത്രം താങ്ങാൻ ഒക്കും. അത് കൂടുതലൊന്നും അനുവദിക്കത്തില്ലെന്ന് ഞാനല്ല പറയുന്നത്, ദൈവവചനമാണ് പറയുന്നത്. എവിടെ പറയുന്നത്? നമ്മളിപ്പോ മർക്കോസ് 5 മർക്കോസ് 4 ഞാൻ മർക്കോസ് 4 പെട്ടെന്ന് 1 കൊരിന്ത്യരിലോട്ടൊന്ന് പോവുക. 1 കൊരിന്ത്യരിലേക്ക് പോകുമ്പോൾ അതിന്റെ 10ാം അധ്യായത്തിലെ ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതം അല്ലെങ്കിൽ ഇന്ന് പരിചിതം ആയിക്കോണം. എന്താ? 1 കൊരിന്ത്യർ 10ാം അധ്യായത്തിന് 13ാമത്തെ വാക്യത്തിൽ വലിയൊരു വാഗ്ദത്തം, ദൈവവചനത്തിൽ വലിയൊരു വാഗ്ദത്തം ഉള്ളത്, നമുക്ക് എപ്പോഴും മുറുകെ പിടിക്കാവുന്ന, നമ്മളെ വല്ലാതെ വേദന. വായിക്കട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ. അതെ, ഇതിന് വലിയൊരു വാഗ്ദത്തമാണ്. നമ്മളെ ഏതൊരു നീറ്റലിലൂടെ, നീറുന്ന പ്രയാസത്തിലൂടെ, ഒരുപക്ഷെ വേറെ ആൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ നല്ലതായിട്ട് നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ചില കാര്യങ്ങളായിരിക്കും അത്
പാരയായിട്ട് വരുന്നു. അല്ലെങ്കിൽ നമ്മള് ഇനോ ചിലരെ നമ്മളങ്ങ് സഹായിക്കുന്നു, പക്ഷെ അവര് നമ്മളെ പറ്റിച്ചിട്ടങ്ങ് പോകുന്നു. അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചിലപ്പം ചില ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ്, വ്യക്തികൾ തമ്മിലുള്ള ചില ഈഗോ ക്ലാഷുകൾ, ബാക്കി പല പല ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടേതായ കുടുംബത്തില്, ജോലി സ്ഥലത്ത്, അയൽവക്കത്ത്, നാട്ടില്, വീട്ടില്, പാടത്ത്, പറമ്പത്ത് ഒക്കെ നമ്മൾ നേരിടുന്നതായിട്ടുള്ള പല പല പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ പറയുന്നത്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇത് ലോകത്ത് ആർക്കും ഇല്ലാത്ത പരീക്ഷയോ എനിക്കുള്ളത്, അയ്യോ ഞാൻ മാത്രം, അയ്യോ പാവം ഞാനേ എന്ന് പറഞ്ഞൊരു സ്വയം സഹതാപം എന്ന് പറയുന്ന ഒരു കുഴിയില് നമ്മൾ ഇതിനെ കുഴിച്ചിട്ട് ആ കുഴിക്കകത്ത് കയറി ഇരിക്കണം എന്നല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു സ്വയം സഹതാപം എന്ന് പറഞ്ഞ ഒരു കുഴിയാ. എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് പിറ്റി. അയ്യോ പാവം എനിക്ക് മാത്രമേ ലോകത്തിൽ പ്രശ്നമുള്ളൂ, ഞാൻ മാത്രം ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നു, അയ്യോ എനിക്ക് എന്താ ഇങ്ങനെ, ഞാൻ എന്താ ഇങ്ങനെ, അയ്യോ ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വയം സഹതാപത്തിന്റെ ഒരു പരാതിയുടെ പരിഭവത്തിന്റെ ഒരു കരച്ചില്, അങ്ങനെ ഒരു അതിലിങ്ങനെ ഉഴലുന്ന ആ സ്വയം സഹതാപത്തിൽ തന്നെ നമുക്കൊരു അതിൽ തന്നെ ഒരു സെൽഫിഷ് ഒരു പ്ലഷർ ഉണ്ടാകും. നമ്മളുടെ എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരു കാര്യമില്ല. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷയൊന്നുമില്ല. ലോകത്ത് എത്രയോ പേർക്ക് ഇതിനെക്കാട്ടിലും വലിയ പരീക്ഷകളുണ്ട്. നമ്മൾ പലപ്പോഴും എന്തിനു പറഞ്ഞത് ആ ചെറിയ ചില കാര്യങ്ങളിലുള്ള കുറവുകളായിരിക്കും നമ്മൾ കാണുന്നത്. ഞാൻ ഈ സൂം ലിങ്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ മാഡം പ്രാർത്ഥിക്കുമ്പോൾ അത് പറഞ്ഞു. അതായത് എന്തെല്ലാം ദൈവം നന്മകൾ തന്നിട്ടുണ്ട്, എന്നാൽ എന്തെങ്കിലും ചെറിയ കുറവുകളോ ഇല്ലായ്മകളോ ഓർത്തായിരിക്കും നമ്മൾ അങ്ങ് വലിയ കാര്യമായിട്ട് കരുതുന്നത്. എന്ന് വെച്ചാല് പണ്ടൊരു സൗകര്യം പറഞ്ഞിരുന്നു കഥ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരിടത്ത് ഒരാൾക്ക് 99 സ്വർണ്ണനാണയം കൊണ്ട് കൊടുത്തു, വേറൊരിടത്ത് ഒരു സ്വർണ്ണനാണയം കൊണ്ട് കൊടുത്തു. ആർക്കാ കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഒരു സ്വർണ്ണനാണയം കിട്ടിയാൽ ഭയങ്കര സന്തോഷം, അയ്യോ എനിക്ക് ഒരു സ്വർണ്ണനാണയം ഫ്രീ ആയിട്ട് കിട്ടി. മറ്റേക്ക് 99 ഉള്ളൂ, അയ്യോ എനിക്ക് ഒന്നുമില്ല, ഇത് എവിടെ പോയി, ഒന്നിനു വേണ്ടിയുള്ള പരക്കം പാച്ചില്. മറ്റേ ഈ ഒന്നേ കിട്ടിയ ആളിനെക്കാട്ടിലും 99 ഇരട്ടി ഇദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും എപ്പോഴും പരാതിയും പിറുപിറുപ്പും, അയ്യോ ഇല്ലായ്മയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും ഞങ്ങൾ ഈ കൗൺസിലിങ്ങിനൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു കപ്പിന്റെ എക്സാമ്പിൾ. ഒരു കപ്പ് ഹാഫ് ഫുള്ളാണെങ്കിൽ ഹാഫ് ഫുള്ളാണെന്നും പറയാം, ഹാഫ് എം ടി ആണെന്നും പറയാം. നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിലും ഒരുപാട് നിറവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒരുപാട് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം തന്നതും ഒരുപാട് അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തന്നിട്ടുള്ള, ഇതിപ്പോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേൾവി ശക്തി ഉള്ളത് ദൈവത്തിന്റെ അനുഗ്രഹമായി. കേൾക്കാൻ പറ്റാത്ത സഹോദരങ്ങൾ എത്രയോ പേരുണ്ട്. നിങ്ങളിപ്പോ എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് എത്ര കാണാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. ഇതിപ്പോ ഇന്റർനെറ്റിലൂടെ നിങ്ങൾക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലോ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ ഈ ലോകത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വരെയുണ്ട്. അല്ലെങ്കിൽ അവിടെ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് 3 നേരം ഉണ്ണാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ, ബാക്കി വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിപ്പോ ശ്വാസം എടുത്ത് വിടാൻ സാധിക്കുന്നുണ്ട്, നമുക്കൊന്ന് വർത്താനം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഒക്കെയും ഇത് ലോകത്തുണ്ട്. നമ്മളെക്കാട്ടിൽ എന്തെല്ലാം കഷ്ടങ്ങളും ദുരിതങ്ങളും. ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങളുമായിട്ട് പലരും വരുമ്പം ഞാൻ ചിലപ്പോൾ ഒരു പ്രൊലോങ്ഡ് കൗൺസിലിങ്ങിനൊന്നും സമയം കാണത്തില്ല. അപ്പൊ ഉള്ള സമയം വെച്ച് ഞാൻ പെട്ടെന്ന് അവരോട് പറയുന്ന ഒരു കാര്യം, ഇതിനെക്കാട്ടിൽ എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കുന്ന, എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരും ലോകത്തുണ്ട്. അപ്പൊ സാരമില്ല, ദൈവം അത് സമാധാനമാക്കിക്കൊള്ളും, എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ പറഞ്ഞ് മെഡിസിൻസ് ഒക്കെ എഴുതി അങ്ങ് അവര് റിസപ്റ്റീവ് ആണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങ് വിടാനായിട്ട് നോക്കുക. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ ആ ഒരു നിറവുണ്ട്, കുറവുണ്ട്. എന്നുവെച്ചാൽ ഒരു കപ്പ് ഫുള്ളാണെങ്കിൽ ഇതിനകത്ത് എന്തെല്ലാം നിറവുകളുണ്ട്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക്, ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്, നമുക്കൊരു വീടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള എന്തെല്ലാം നമുക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ചെറുവിരലിനൊരു മുറിവ് വരുമ്പോഴാണ് ഈ ചെറുവിരൽ കൊണ്ട് എന്തെല്ലാം ഉപയോഗം ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. മറ്റേത് നമുക്ക് പല കാര്യങ്ങളും വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നമുക്ക് എന്തെങ്കിലും ഒരു ശ്വാസം മുട്ടൽ വരുമ്പോഴാ അയ്യോ ശ്വാസം വിടുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇത്രയും 24 മണിക്കൂർ എത്ര വർഷങ്ങളായിട്ട് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. കോവിഡിന്റെ സമയത്ത് ഓക്സിജന്റെ വില കേട്ടപ്പോഴേ എല്ലാവർക്കും അയ്യോ ഇത്രയും ഓക്സിജൻ ദൈവം ഇത്ര വർഷങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് അതിനൊന്നും ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് എവിടെ സങ്കീർത്തനം 103 2ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പം അവൻ ചെയ്ത ഉപകാരങ്ങൾ കർത്താവെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം ഉപകാരങ്ങൾ, നമുക്ക് എന്തെല്ലാം നന്ദി പറയാനൊക്കും. മനുഷ്യർക്ക് നടപ്പില്ലാത്തതായിട്ടുള്ള ഒന്നും പരീക്ഷകളൊന്നും ഞാൻ നേരിട്ടിട്ടില്ലല്ലോ. കർത്താവെ ഇതിനും വലിയ എന്തെല്ലാം പ്രശ്നങ്ങളുള്ള ആൾക്കാരും ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പം
ശരിയാണ് കർത്താവ്, എന്റെ ജീവിതത്തിൽ ചില കാറ്റുകളുണ്ട്, കോളുകളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്, എന്നാൽ അങ്ങേക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും. അതാ നമ്മൾ ആദ്യം കേട്ടു തുടങ്ങിയപ്പം. കർത്താവെ, അങ്ങയുടെ ആശ്വാസത്തിലേക്ക് എനിക്ക് വരണം. അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ. ശരിയാണ്, നമ്മൾ ഒരു തരത്തിൽ ഒരു കർത്താവിന്റെ ഒരു ആശ്വാസം കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഇന്നിവിടെ മീറ്റിംഗിൽ ഇരിക്കുന്നതിന്. എന്നാൽ കർത്താവ്, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിലും ഒരുപടി കൂടെ കർത്താവെ, കുറച്ചുകൂടെ ഒരു അവിടുത്തെ ആ തിരുക്കരങ്ങളുടെ ഊഷ്മളത, അവിടുത്തെ ആ മാർവിലുള്ള ആ ഒരു കർത്താവെ ചൂട്, കർത്താവെ അവിടുത്തെ അസ്വസ്ഥത, അവിടുത്തെ ഇമ്പസ്വരം കേൾക്കുമ്പോൾ ഉള്ള ഒരു സമാധാനം എനിക്ക് ഒരുപടി കൂടെ അനുഭവിക്കണം കർത്താവെ. അങ്ങേ കുറച്ചുകൂടെ ചേർന്നിരിക്കുമ്പോൾ ഉള്ള ഒരു ആശ്വാസം, അങ്ങ് കർത്താവിനെ പുറംതട്ടി ആശ്വസിപ്പിക്കുമ്പോൾ ഒരു ആശ്വാസം എനിക്ക് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിലും, ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിലും ഒരുപടി കൂടുതൽ കർത്താവെ എനിക്കൊരു ആശ്വാസം, എനിക്കൊരു സ്വസ്ഥത വേണം എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. പരിശുദ്ധാത്മാവാണ് ഇന്ന് മറ്റൊരു സഹായകനായിട്ട് നമ്മളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. ഇപ്പൊ മറ്റൊരു സഹായം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സഹായകൻ ആരാ? യേശു കർത്താവ് തന്നെ. കർത്താവ് പറയുക, യോഹനം, ഞാൻ അതിലേക്ക് പോകുന്നില്ല, യോഹനം 14, നമ്മളിവിടെ 1:10 എനിക്കറിയാം, ഞാൻ അതിലേക്ക് വരിക. മർക്കോസ് 4 ഒരു വിരലുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ 10:11-28 ഇങ്ങോട്ട് വന്നത്, ഞാൻ വരുന്ന വഴി പറഞ്ഞിട്ടില്ല, അങ്ങ് ആ വഴിയെ തിരിച്ചു പോകണം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, ആ ഒരു പരിശുദ്ധാത്മാവ് യോഹനം 14 അധ്യായത്തിൽ ഞാൻ മറ്റൊരു സഹായകനെ, യോഹനം 14 അധ്യായം എന്ന് പറയുമ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴിയുന്ന യോഹനം 13 അധ്യായത്തില് കർത്താവ് പിറ്റേ ദിവസം രാവിലെ ക്രൂശിലേറാൻ പോവുകയാണ്, ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി കർത്താവ് ഒരു പാപയാഗമായിട്ട്, സിൻ ഓഫറിംഗ് ആയിട്ട് കർത്താവ് നിഷ്കളങ്കനായ കുഞ്ഞാട് കർത്താവ് യാഗമാകാൻ പോവുകയാണ്. അതിന്റെ തലേദിവസം രാത്രി തന്റെ അരുമ ശിഷ്യന്മാരുടെ കാലുകളൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് അവരോട് കർത്താവ് അവർക്ക് അപ്പമൊക്കെ പങ്കിട്ട് കൊടുത്ത് യൂദാസ് ഊറ്റിക്കൊടുക്കാൻ പോയി. ബാക്കി 11 പേരോട് കർത്താവ് പറയുവാണ്, ഞാൻ മറ്റൊരു സഹായകനെ, ഞാൻ പോകാൻ പോവുകയാണ്, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയക്കും എന്ന് പറയുമ്പോൾ ആദ്യത്തെ സഹായകനായിട്ട് അവർക്ക് ആരുണ്ടായിരുന്നു? യേശു കർത്താവ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരിക്കൽ പോകും, യേശു കർത്താവ് നമ്മുടെ കൂടി ഞാൻ അക്ഷരികമായിട്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളൊക്കെ എത്ര എളുപ്പമായിരുന്നു. എനിക്ക് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എന്തുണ്ടെങ്കിലും കർത്താവിനോട് വന്നങ്ങ് പറയാം, കർത്താവ് നാളെ നീറ്റ് എക്സാം ഉണ്ട്, കർത്താവ് നാളെ ഇന്നാകെ സർജറി ഉണ്ട്, കർത്താവ് നാളെ മറ്റേ കീമോതെറാപ്പി ഉണ്ട്, അതെല്ലാം കർത്താവ് അങ്ങ് ഹീൽ ചെയ്തോണേ. എല്ലാം നമുക്ക് അങ്ങ് നേരിട്ടങ്ങ് പറയാറുണ്ടല്ലോ. ഇതാണെങ്കിൽ നമുക്ക് കാണുന്നുമില്ല, കർത്താവ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ. പക്ഷെ എന്നാ ആദ്യത്തെ സഹായകനായിട്ട് യേശു വിട്ട മറ്റൊരു സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനമാണെന്നാണ് പറയുന്നത്. പ്രയോജനമാണെന്ന് പറയാൻ കാരണം എന്താ? യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കർത്താവ് ഒരു മനുഷ്യരൂപത്തില്, മനുഷ്യ ശരീരത്തിൽ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സ്ഥലത്തെ കർത്താവിന് ആയിരിക്കാൻ പറ്റത്തുള്ളൂ. അതും കർത്താവിന് ആരുടെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. ഇതിപ്പം പരിശുദ്ധാത്മാവിന് എന്റെ ഉള്ളിലായിരിക്കാൻ പറ്റും. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളത്തിൽ വന്ന് യേശുവിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാക്കി നമുക്ക് ആ ഒരു ആശ്വാസം തരാനൊക്കെ ആ യേശുവിനെ, ആ പരിശുദ്ധാത്മാവ് നമുക്ക് ഇവിടെ 1:10 നമുക്ക് തിരിച്ചു വരാം. യോഹന്നാൻ 14 അധ്യായത്തിലെ ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ആ വാക്യം യോഹന്നാൻ 16 അധ്യായത്തിന് 14 വാക്യം. യോഹന്നാൻ 14 മുതൽ കർത്താവ് ഈ മറ്റൊരു സഹായകന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിന് 16 അധ്യായത്തിന്, യോഹന്നാൻ 16 അധ്യായത്തിന് 14 വാക്യത്തില് ഹി വിൽ ഗ്ലോറിഫൈ മീ, അവൻ, അതായത് പരിശുദ്ധാത്മാവ്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. യേശുവിൽ നിന്നുള്ളത് എടുത്ത്, യേശുവിന്റെ ആ ഒരു വാക്കുകള്, കർത്താവിന്റെ ആ സ്വഭാവം, കർത്താവിന്റെ ആ താഴ്മ, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സൗമ്യത, കർത്താവിന്റെ കാർക്കശ്യം, പാപത്തിനും പാരമ്പര്യത്തിനും എതിരെയൊക്കെ കർത്താവ് വളരെ കർക്കശമായിട്ട് നിലപാടുകൾ എടുത്ത ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് എടുത്ത് നിങ്ങൾക്കത് കാണിച്ചു തന്ന് ഹി വിൽ ഗ്ലോറിഫൈ മീ, അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്നുള്ളൊരു കാര്യത്തെ കർത്താവ് പറയും. ഇന്ന് യേശുവിനെ നമുക്ക് കാണിച്ചു തരാനായിട്ട് പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ തന്നെ ആത്മാവിനെ, ദൈവത്തിന്റെ ശ്വാസത്തെ, ആത്മാവ്, ആ ഒരു ന്യൂമ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാം, ആത്മാവിന് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂമോണിയ എന്നൊക്കെ നമ്മുടെ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രത്ത്, ആ ആത്മാവ് എന്നുള്ള അതേ വാക്കിന് എന്താ, ശ്വാസമൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം, കാറ്റൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം, ആത്മാവെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശ്വാസമാ എന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശ്വാസഭൂതി. പരിശുദ്ധാത്മാവ് ഇന്ന് ആ കർത്താവിന്റെ അതേ ശ്വാസം, കർത്താവിന്റെ ജീവശ്വാസം, പരിശുദ്ധാത്മാവ് എനിക്ക് യേശുവിന്റെ അസ്വസ്ഥതയും സമാധാനവും എനിക്ക് അനുഭവവേദ്യമാക്കി തരും. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുക്കിലേക്ക് ഇനി വരണം. നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ വരുന്നു എന്ന് നമ്മൾ പറയുന്നു, വന്നിട്ടുണ്ടെന്നും പറയുന്നു. എന്നാൽ വീണ്ടും ഒരു സ്വസ്ഥതയോ ആശ്വാസമോ സമാധാനമോ ഒന്നും ഇല്ലാതെ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ
കർത്താവ് ആഗ്രഹിക്കുന്ന വണ്ണം ആ ഒരു അളവിൽ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ഇനി എത്തിയിട്ടില്ല. നമ്മളിങ്ങനെ വന്നു, എന്നാൽ കുറച്ചൊക്കെ ദൂരമൊക്കെ ഇട്ട് നിന്ന് കുറച്ച് ഇങ്ങനെ ചിലരുണ്ട് കലപ്പയ്ക്ക് കൈ വെച്ചിട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊക്കെ കൈ വെച്ച് നോക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ഈ കയ്യാലപ്പുറത്തെ തേങ്ങയുടെ കാര്യം പറഞ്ഞോണ്ട് അങ്ങോട്ട് വീഴണം ഇങ്ങോട്ട് വരണം, മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, പിന്നെ നമുക്ക് മറ്റേ പാരമ്പര്യവും ബാക്കിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് ഇനി വരാനൊന്നും വയ്യ. വചനവിരുദ്ധമായിട്ടുള്ള വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ആ കയ്യില് കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്ത് ഉത്തരവാദിത്തമുള്ളത് എടുക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് നമുക്ക് ഇനി വരാം. ശരിക്കും ഒരുപക്ഷെ നമ്മൾ വളരെ വചനപ്രകാരമൊക്കെ കർത്താവിലേക്ക് വന്നിട്ടുള്ളവരും കാണും. പക്ഷെ എങ്കിൽ പോലും വേറെ പല കാര്യങ്ങളിലും ഒക്കെ നമ്മൾ പല ഭാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളതിനൊക്കെ ചുമന്ന് വീണ്ടും വന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇന്നായിരിക്കാതിരിക്കുന്ന ഒരു അനുഭവത്തില് നമ്മൾ കുഴങ്ങുന്ന ഒരു അനുഭവത്തിലായിരിക്കാം. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ആശ്വാസം, ഒരു സ്വസ്ഥത തരാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ തിരിച്ച് ഞാൻ 1 കൊരിന്ത്യർ 10 തന്നെ ഉണ്ട്, ഞാൻ വന്ന വഴി മറന്നിട്ടില്ല. 1 കൊരിന്ത്യർ 10:13 എന്താ ഇപ്പം ടീച്ചർ ഇപ്പം വായിച്ചു കേട്ടു. നമ്മുടെ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് വാക്ക് മാറാത്തവനാണ്. എന്താ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി ഒരു പോക്കുവഴി ഉണ്ടാക്കും. പരീക്ഷയുടെ കൂടെ ആൻസർ പേപ്പറും കൂടെ തരുമെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ കീ കൂടെ ഒക്കെ തരുമെന്ന് പറയുന്നത് പോലെയുള്ളൊരു എത്ര നല്ല ദൈവം. ഇപ്പൊ നിങ്ങൾ ടീച്ചർമാരൊക്കെ കൂടുതൽ പേര് ഇരിക്കുന്നത്, നിങ്ങളാരും അങ്ങനെ ചെയ്യത്തില്ലെന്ന് നമുക്കറിയാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്, നന്നായിട്ട് അവർ അസസ് ചെയ്ത്. എന്താ ദൈവത്തിന്റെ കരുണയില് അത് എങ്ങനെ ഉത്തരം എഴുതണം, എങ്ങനെ ഒരു പരീക്ഷണം, ഒരു ട്രയൽ, ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ യേശുവിനെ നമുക്ക് കാണിച്ചു തരും. യേശു കർത്താവ് നമ്മളെ പോലെ തന്നെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടു എന്ന് എബ്രായർ 4:15 പറയുന്നുണ്ട്. അപ്പം കർത്താവും ഇതുപോലെയുള്ള പരീക്ഷകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ എങ്ങനെയാ കർത്താവ് പെരുമാറിയത്, കർത്താവ് എങ്ങനെയാ പിതാവിൽ നിന്നുള്ള ആശ്വാസം കണ്ടെത്തി, കർത്താവ് നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ട് വന്നിട്ട് എല്ലാത്തിനും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമോ. സർവശക്തനായ ദൈവം എന്നെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും വലിയൊരു കർത്താവ്, അത്രയും നമുക്ക് വേണ്ടി കർത്താവ് താണിഞ്ഞു വന്നു, എന്നെപ്പോലെ തന്നെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ട് ഒന്നിനും പാപം ചെയ്തില്ല എന്നൊക്കെ നമ്മൾ എബ്രായർ 4:15 വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് കർത്താവിന് നമ്മളോട് സഹതപിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് കർത്താവ് എന്നാണ് നമ്മളവിടെ എബ്രായർ 4:15 ഞാൻ ആ വാക്യം നിങ്ങളൊന്ന് എഴുതി വെക്കാം. എല്ലാ വാക്യത്തിലോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടിഞ്ഞ് പോയിട്ട് പിന്നെ വന്ന വഴി തിരിച്ചു വരാൻ പാടിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടിഞ്ഞ് വരുന്നില്ല. എബ്രായർ 4:15 അവിടെ നമ്മളോട് സഹതപിക്കാൻ കഴിയുന്ന, നമ്മളോട് സിമ്പതൈസ് ചെയ്യാൻ കഴിയുന്ന, സിമ്പതൈസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലെന്ന്, നമുക്ക് എബ്രായർ 4 തന്നെ പോകാം. ഇങ്ങനെ എബ്രായർ 4 എന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ വചനം ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അപ്പം ഡബിൾ നെഗറ്റീവായിട്ട് പറയാ, സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ് എന്നാണ് സിമ്പിളായിട്ട് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മോട് സഹതപിക്കാൻ കഴിയും. ഹി ക്യാൻ സിമ്പതൈസ് വിത്ത് അവർ വീക്ക്നെസ്സസ് എന്ന് പറഞ്ഞാൽ പതോസ് എന്ന് പറഞ്ഞാൽ സഫറിങ്, സിൻ SY എന്ന് പറഞ്ഞാൽ വിത്ത്, എന്റെ കൂടെ സഫർ വിത്ത്, എന്റെ കൂടെ ഇരുന്ന് എന്റെ കൂടെ കരയാന് കർത്താവിന് കഴിയും. ലാസറസിന്റെ കല്ലറക്കില് കർത്താവ് അവിടെ ബൈബിളിലേക്ക് വെച്ച ഏറ്റവും ചെറിയ വാക്യം നമുക്കറിയാം. യോഹന്നാൻ 11:35 യേശു കണ്ണുനീർ വാർത്തു, ജീസസ് വെപ്റ്റ്. മനപ്പാട് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ യോഹന്നാൻ 11:35 പറയാന്ന് പറയുന്നത് 2 വാക്യമാണ്, ജീസസ് വെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു വാക്യം. എന്നാൽ ഏറ്റവും നമ്മളെ സ്പർശിക്കുന്ന കർത്താവ് അവിടെ കണ്ണുനീർ വാർത്തു. കർത്താവ് അവിടെ ചിലരാണെങ്കിൽ വലിയ തിയോളജിക്കൽ ഭയങ്കര ജൈവശാസ്ത്രപരമായിട്ട് വലിയ ആഴങ്ങളൊക്കെ പറഞ്ഞ് കർത്താവ് അതുകൊണ്ടാണ് കണ്ണുനീർ വാർത്ത, ഇതുകൊണ്ടാണ് കണ്ണുനീർ വാർത്ത എന്നൊക്കെ പറയും. ഞാൻ പറയും കർത്താവ് നമ്മള് വചനം സിമ്പിളായിട്ട് ജ്ഞാനികളെയും വിവേകളെയും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താ നമ്മൾ സിമ്പിളായിട്ട് വചനം വായിക്കുമ്പോൾ ഒരു മരണം വീട്ടിൽ പോയി ഒരാൾ കരയുവാണെങ്കിൽ എന്താ വേറെ വലിയ കാര്യങ്ങളെ ഓർത്ത് കർത്താവ് അവരുടെ അവിശ്വാസം കണ്ടു കരഞ്ഞു, കർത്താവ് അവരുടെ അത് കണ്ടു കരഞ്ഞു എന്നൊക്കെ. കർത്താവ് വേറെ എവിടെയെല്ലാം അവിശ്വാസം കണ്ട് കരയാണെങ്കിൽ കരയാനായിരുന്നു. പക്ഷെ അവിടെ ഒരു മരണം വീട്ടിൽ ചെന്ന് കർത്താവ് കരയുമ്പോൾ കർത്താവിന് അറിയാം കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, ലാസറസ് ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സഹോദരിമാരുടെ അവിടെ കൂടിയിരുന്ന അവരെത്രയധികം യഹൂദന്മാരെല്ലാം ഇവരെ എത്രയധികം സ്നേഹിച്ചു എന്നുള്ളതൊക്കെ കണ്ട് കർത്താവിന്റെ ഉള്ളം അങ്ങ് കലങ്ങി കർത്താവ് കണ്ണുനീർ വാർത്തു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. കർത്താവ് സിമ്പതി നമ്മുടെ ഈ ചില സിമ്പതി എന്നുള്ള വാക്ക് പലപ്പോഴും നെഗറ്റീവായിട്ട് പലരും ഇന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ശരിക്കും അതിന്റെ ആ സിമ്പതി എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ സഫർ വിത്ത്, എംപതി എന്ന് പറഞ്ഞാൽ സഫർ
ഇൻ ദാറ്റ് പ്ലേസ്, മറ്റേ ആളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അത് അനുഭവിക്കുന്നതിന് എംപതി എന്ന് പറയാം. നമുക്ക് എംപതി കുറച്ചുകൂടി ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ സിമ്പതി എന്നുള്ള വാക്ക് ഇവിടെ ദൈവജനത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ നമ്മുടെ കൂടെ കരയുമ്പോൾ കൂടെ കരയുന്ന അത് ഇവിടെ റോമർ 12:16 വാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ് ആൻഡ് വീപ് വിത്ത് ദോസ് ഹു വീപ്. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുന്ന റോമർ 12:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെ ശരിയാണ്, ചില സമയത്ത് നമുക്ക് വല്ലാതെ ടെൻഷനും വെപ്രാളും ഒക്കെ. അപ്പൊ അവിടെ പക്ഷേ ഒരാളും കൂടെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൈ ഒന്ന് ചേർത്ത് പിടിക്കുവാണെങ്കിൽ നമ്മളിന്ന് മാർഗോട് ചാരി ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ അപ്പച്ചനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടെ പിറന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ചിലർ പറയൂ എന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ഡോക്ടർ എനിക്ക് ഡിപ്രഷനൊക്കെ തുടങ്ങി, അമ്മ ഉണ്ടായിരുന്നപ്പോ എനിക്ക് എന്ത് വേണമെങ്കിലും അമ്മയോട് എന്ന് പറയുന്നത്. ഇപ്പം അമ്മ അങ്ങ് കാര്യത്തിൽ മരണപ്പെട്ടു. ഇപ്പം ശരിക്കും അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന എവിടെ യെശയ്യാവ് 66:13 വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാളും ആഴത്തുള്ള ഒരു ആശ്വാസം നൽകാനായിട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് ആ യേശുവിന്റെ മാർവിലെ ആ ഒരു ഊഷ്മളതയും ആ ചൂടും നമുക്ക് അനുഭവവേദ്യമാക്കി തരാന് ഇന്ന് പരിശുദ്ധാത്മാവിന് കഴിയും. നമുക്ക് കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസം നമുക്ക് ലഭിക്കാനൊക്കെ. അപ്പൊ അതാ ഞാനിപ്പം അവിടെ 4:15 നമുക്ക് സഹോദിപ്പിക്കാൻ കഴിയാത്ത മഹാപുരോഹിതനല്ല നമ്മെപ്പോലും എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ഒഴികെന്നുള്ളതിനെക്കാട്ടി കുറച്ച് കർക്കയുടെ പരിഭാഷ പാപം ഇല്ലാത്ത സ്ഥലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളോട് വായിക്കുന്നത്. തിരിച്ച് ഞാൻ 1 10 ആ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്, നമുക്ക് കഴിയുന്ന കൂടുതൽ പരീക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ ടീച്ചർമാരും സ്റ്റുഡൻസും ഒക്കെ ഒത്തിരി പരീക്ഷിക്കുന്നുണ്ട്. കുറച്ചുകൂടെ സ്കൂളിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 5ാം ക്ലാസ്സിലെ സ്റ്റുഡന്റിന് 10ാം ക്ലാസ്സിൽ ചോദ്യപേപ്പർ എടുത്ത് കൊടുക്കൂ? ഇല്ല. നമ്മളിനിപ്പോ എത്രയൊക്കെ അശ്രദ്ധമായിട്ട് ചെയ്യുവാണെങ്കിൽ പോലും ഒരു ടീച്ചർ ഒരിക്കലും ഒരു കോളേജിലോ സ്കൂളിലോ 5ാം ക്ലാസ്സിലെ സ്റ്റുഡന്റിന് 6ാം ക്ലാസ്സിൽ പോലും നമ്മൾ കൊടുക്കത്തില്ല, 5ാം ക്ലാസ്സിലേക്ക് കൊടുക്കത്തുള്ളൂ. ഇവർ 5ാം ക്ലാസ്സിൽ മിഡ് ടേം എക്സാം ആണെങ്കിൽ ഫൈനൽ എക്സാമിന്റെ നമ്മൾ കൊടുക്കത്തില്ല, മിഡ് ടേം എക്സാമിന് കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഫൈനൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ സ്റ്റുഡൻസിന് പല കാര്യങ്ങൾ അവർ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇത്രയും പോർഷനെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അത്രയും അതിൽ നിന്നുള്ളേ ഉള്ളൂ. വേറെ എന്തെങ്കിലും അറിയാതെ ഔട്ട് ഓഫ് സിലബസ് അങ്ങനെ വന്നു പോയപ്പോൾ തന്നെ ടീച്ചർമാർ ഓടി നടന്ന് ഓരോ ക്ലാസ്സിൽ ചെന്ന് എന്ത് പറയും, മക്കളെ ഈ ഒരു ഇന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട, അത് വിട്ടിട്ട് ഇന്ന ക്വസ്റ്റ്യൻ ആക്കണം, അത് ഔട്ട് ഓഫ് സിലബസ് അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞ് നിങ്ങൾ ടീച്ചർമാർ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മളുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ടീച്ചർമാരായിട്ടുള്ള നിങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ അത്രമാത്രം വിശ്വസ്തരാണെങ്കിൽ നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ പറയുമല്ലേ. ഇവിടെ 1 Corinthians 10:13 നമ്മൾ തിരിച്ചു വന്നു. ദൈവം വിശ്വസ്തനാണ്. നമുക്ക് കഴിയുന്നതിന് മീതെ, നമുക്ക് ശരിയായോ എനിക്കിത് കഴിയുന്നതിന് മീതെ ആയിപ്പോയല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ പരാതിയും വെറുപ്പായിട്ടൊക്കെ ദൈവത്തോട് പറയും. പക്ഷെ അത് വചനപ്രകാരമല്ല. കർത്താവേ, എനിക്ക് ശരിയാണ്, എനിക്ക് കഴിയുന്നതിന് മീതെയായിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പം വല്ലാത്ത വേദനയോ വല്ലാത്ത പ്രയാസമോ, ചിലപ്പോൾ ശാരീരിക വേദനയായിരിക്കും, ചിലപ്പോൾ മനസ്സിന്റെ വേദനയായിരിക്കും, ചില ഒറ്റപ്പെടലുകളും ചില നീറ്റലുകളും ഒക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് കഴിയുന്ന മീതെയാന്ന് തോന്നാം. പക്ഷെ എങ്കിലും ദൈവത്തിന് അതിന് മീതെയുള്ള ഒരു ആശ്വാസം തരാനായിട്ട് നമ്മളെ ക്ലേശങ്ങൾക്ക് ഒത്തവണ്ണം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ 90 സങ്കീർത്തനത്തിന് 15ാമത്തെ വാക്യമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോ ആ വാക്യവും, പിന്നെ 2 Corinthians 1 5ാമത്തെ വാക്യമൊക്കെ അന്ന് പറഞ്ഞതൊക്കെ മിക്കവർക്കും ഓർമ്മ കാണുമെന്ന് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് കഷ്ടങ്ങൾക്ക് ഒത്തവണ്ണം ഉള്ള ഒരു ആശ്വാസം കർത്താവ് തരും. അപ്പം അതാ 1 Corinthians 10:13 നമ്മളിത് വായിക്കുന്നു. തിരിച്ച് ഞാൻ മർക്കോസ് 4 വരുക, നമ്മൾ മത്തായി 11 നമുക്ക് തിരിച്ചെത്തണം. നമുക്ക് വന്ന വഴിയെ തിരിച്ചു പോകണമല്ലോ. ഇപ്പം മർക്കോസ് 4-ാം അധ്യായത്തിന്റെ 35ാമത്തെ വാക്യത്തില് കർത്താവിന്റെ വാക്ക് കേട്ട ഇവര് ബോട്ടിലൊക്കെ കയറിയൊക്കെ വലിയ കരുതി ഇരുന്നേ. ബാക്കി ചെറു പടകുകളൊക്കെ ഉണ്ട്. പക്ഷെ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ചെറിയ ചുഴലിക്കാറ്റല്ല, വലിയ ചുഴലിക്കാറ്റുണ്ടായെന്ന് ദൈവവചനം വ്യക്തമായിട്ട് എവിടെ മർക്കോസ് 4:37 വാക്യത്തില് there arose a fierce gale of wind. the waves are breaking. പടകിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അതുപോലത്തെ വലിയ നമ്മളുടെ സുനാമി മാതിരിയോ അല്ലെങ്കിൽ നമ്മളുടെ പ്രളയമൊക്കെ ഒത്തിരി അനുഭവിച്ച് പരിചയിച്ച ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പം അതുപോലെയൊക്കെയുള്ള വലിയൊരു കാറ്റൊക്കെ ഉണ്ടായി, പടകൊക്കെ നിറയുമാറായി. പക്ഷെ ആരാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? വളരെ കൂളായിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആരാ? തലയണ വെച്ച് കിടന്ന് ഉറങ്ങുമെന്ന് പറയുന്നത്. ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് ഇത്ര സ്വസ്ഥമായിട്ട് പിതാവിന്റെ മാർവില് ചാരിയിരിക്കുന്ന, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവിന്റെ മടിയിലിരിക്കുന്ന എന്നുള്ളത് ശരിക്കും അതിന്റെ ഗ്രീക്ക് വാക്ക് കോൾപാസ് എന്ന് പറയുന്ന വാക്കാണ്.
അപ്പം ഇംഗ്ലീഷിൽ ഇങ്ങനെ ഹി ഹു ഇസ് ഇൻ ദ ബുസം ഓഫ് ദ ഫാദർ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മാർവിൽ ഇരിക്കുന്ന എന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള അവിടുത്തെ പരിഭാഷ വേണ്ട. യോഹന്ന 1:18 അത് നമ്മൾ വായിക്കുന്നത്. പിതാവിന്റെ മാർവിൽ ഇരിക്കുന്ന പുത്രൻ ഈ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അതായത് യേശു പിതാവിന്റെ മാർവിലെ സ്വസ്ഥതയോടെ അവിടെ പടകില് ഒരു തലയണയും വെച്ച് കർത്താവ് ഒരു തലയണ ഉണ്ടെങ്കിൽ ഞാൻ തലയണ യൂസ് ചെയ്യത്തില്ല അങ്ങനെ പറയുന്നില്ല. തലയണ ഉള്ളപ്പോ അത് യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ കർത്താവ് ഭയങ്കര ഒരു സന്യാസം മാതിരി ഒരു അസറ്റിസം മാതിരി ഉള്ള ഒരു കർത്താവൊന്നുമല്ല. മറിച്ച് ഈ ലോകത്തില് കർത്താവ് ഭക്ഷിച്ചും പാനം ചെയ്തും തിന്നും കുടിച്ചോ വന്നേന്നൊക്കെ മത്തായി 11-ാം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം സാധാരണ ഒരു മനുഷ്യനെ പോലെ നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനായിട്ട് കർത്താവ് അങ്ങ് അവിടെ ഒരു തലയണ ഉണ്ടായിരുന്നു, അത് കർത്താവ് ഉപയോഗിച്ചു. അതാ അതിന്റെ മർക്കോസ് 4:38 വാക്യം, അവൻ അമരത്തിന് ഇപ്പൊ നമുക്ക് തലയണ വെക്കണമെങ്കിൽ വചനപ്രകാരം വെക്കണമെന്നുണ്ടെങ്കിൽ മർക്കോസ് 4:38 ഈ കർത്താവ് തലയണ വെച്ചെന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമുക്ക് കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഇതൊരു ഞങ്ങൾ നശിച്ചു പോകുന്ന എനിക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ഭയങ്കര ടെൻഷനും വെപ്രാളവും, വി നോട്ട് കെയർ, ഞങ്ങൾക്ക് വേണ്ടി കെയർ ഒന്നും ഇല്ലേ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞ് കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടാക്കി. പിന്നെ അവൻ അവരോട് ഇങ്ങനെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെ എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പൊ ഒരു യേശുവിന്റെ ഒരു മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിലും പലവിധമായിട്ടുള്ള പല കാറ്റുകളും കൊടുങ്കാറ്റുകളും പലവിധമായിട്ടുള്ള ചിലപ്പം ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. അയ്യോ അവരെന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നെ കുറിച്ച് ഇങ്ങനെ അവരങ്ങോട്ട് പരദൂഷണം പറഞ്ഞല്ലോ, എന്നെ കളിയാക്കാൻ വേണ്ടി അവരിങ്ങനെ ചെയ്തല്ലോ. ചിലപ്പോൾ അവർ കളിയാക്കാനൊന്നും ആയിരിക്കും നമ്മുടെ തോന്നലായിരിക്കും, എങ്കിൽ പോലും അവർ എന്നെ കളിയാക്കിയായിരിക്കും അന്ന് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, പലതരത്തിലുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതിന്റെയൊക്കെ നടുവില് കർത്താവ് നമ്മളോട് എന്താ പറയുന്നേ, നിങ്ങളെ എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ, ശരിയാണ് കാറ്റും കോളും ഒക്കെ ചുറ്റുമുണ്ട്, എന്നാൽ അതിന്റെ മധ്യത്തിലൊരു സ്വസ്ഥത, ഒരു ആശ്വാസം, ഒരു അനോപാവോ എന്ന് പറഞ്ഞാല് ഒരു സ്വസ്ഥത ഞാൻ നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു കാര്യം കർത്താവ് പറയുന്നത് വെച്ചാല്, ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ എന്താ നഷ്ടപ്പെട്ടു പോയെന്ന് ചോദിച്ചാല് അവന് ശബ്ബത്ത് വിശ്രമം, സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയെ എന്ന് പറഞ്ഞാല്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം ദൈവം ആദാമിനെ അവ്വയും സൃഷ്ടിച്ചതായിട്ട്, ആദിമ മനുഷ്യരായിട്ടുള്ള ആദാമിനെ അവ്വയും സൃഷ്ടിച്ചതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം 26-27 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ആണുപെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ദൈവം 6-ാം ദിവസത്തിന്റെ ഒരു അവസാനത്തെ പകുതിയിലാണ് ആദാമിനെ അവ്വയെ സൃഷ്ടിക്കുന്നത്. അതാം 6-ാം ദിവസത്തിൽ തന്നെയാണ് മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത്. എന്നാൽ 6-ാം ദിവസം അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് 7-ാം ദിവസമായി. 7-ാം ദിവസത്തിൽ കർത്താവ്, അതായത് മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ 1-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 7-ാമത്തെ ദിവസമാണ്. 6-ാം ദിവസം കഴിയാറാവുമ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പം 7-ാം ദിവസം മനുഷ്യനെ സംബന്ധിച്ചോളം 1-ാം ദിവസമാകുന്ന 7-ാം ദിവസത്തില് എന്താ മനുഷ്യനെ ദൈവം ദാനം ചെയ്തേ? സ്വസ്ഥത, ശബ്ബത്ത് വിശ്രമം. ഞാൻ പറയുന്നില്ല, നമുക്ക് മത്തായി 11 നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പെട്ടെന്ന് ഉൽപ്പത്തി വഴി ഒന്ന് വരാം. ഉൽപ്പത്തി ആദ്യത്തെ പുസ്തകം ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് 26-27 മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ചൊക്കെ വായിച്ച് എല്ലാം നല്ലത്, വെരി ഗുഡ് എന്നൊക്കെ കർത്താവ് ഗുഡ് നമ്മളെ ടീച്ചർമാർ ഓരോരുത്തരും ഗുഡ്, എക്സലന്റ്, വെരി ഗുഡ് എന്നൊക്കെ റിമാർക്സ് ചെയ്യുന്ന പോലെ കർത്താവ് ഓരോ ദിവസത്തും ഗുഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാ സാത്താൻ വീണ ഒരു ദിവസത്തിൽ അവിടെ ഒരു ഗുഡ് എന്നുള്ളൊരു കാര്യം പറയുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വേറൊരു ദിനത്തിൽ കർത്താവ് 2 തവണ ഗുഡ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. എന്നാൽ എല്ലാം പറഞ്ഞ അവസാനം വെരി ഗുഡ് ഒക്കെ ഇട്ട് എല്ലാം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കർത്താവ്. അതിനുശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം ദൈവം സകല പ്രവൃത്തിയിൽ നിന്ന് 7-ാം ദിവസം നിവർത്തനായി. ഈ നിവർത്തനായി എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ ചർച്ച പറയുന്നത്, ഈ വലിയ മലയാളം ഭാഷയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. നിവർത്തനായി എന്നൊക്കെ പറയുമ്പോൾ എന്ത് വല്ല നിർവൃതി നേടി, എന്ത് നിവർത്തനായി. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി സിമ്പിളാ, ഈ റെസ്റ്റഡ്, അത്രേ ഉള്ളൂ. എബ്രായ ഭാഷയിലെടുത്ത് നമ്മൾ നോക്കിയാലും, എന്റെ മൂലഭാഷ എബ്രായ ഭാഷയിലെടുത്ത് നോക്കിയാലും, ടു സീസ്, റെസ്റ്റ് ഫ്രം ലേബർ, സാബത്ത്, സബാത്ത് അല്ലെങ്കിൽ സാബത്ത് നമ്മൾ പറയുന്ന ആ എബ്രായ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവം റെസ്റ്റ് എടുത്തു, വിശ്രമിച്ചു. ദൈവം എന്തോ ക്ഷീണിച്ച് വിശ്രമിച്ചെന്നല്ല, മറിച്ച് ഒരു കൂട്ടായ്മയുടെ ഒരു വിശ്രമമാണ് അവിടെ പറയുന്നത്. അപ്പം ദൈവം 7-ാം ദിവസം എല്ലാ ഇത്രയും 6 ദിവസത്തെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് 7-ാം ദിവസം ആ ഒരു സ്വസ്ഥതയോടെ അവിടെ ആയിരുന്നു.
താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട്, അന്ന് വിശ്രമിച്ചതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പം അവിടെ ഒരു അനുഗ്രഹവും ശുദ്ധീകരണവും ഒക്കെ നടന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്കും അനുഗ്രഹം വേണം, ശുദ്ധീകരണം വേണം. എന്തുണ്ടെങ്കിലേ അനുഗ്രഹവും ശുദ്ധീകരണം ഒക്കെ ഉള്ളൂ. ദൈവത്തോടൊപ്പമുള്ള ഒരു സ്വസ്ഥത, ഒരു ആശ്വാസം, ഒരു സമാധാനം. ആ 7-ാം ദിവസം, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസം സ്വസ്ഥതയും വിശ്രമവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ, പിറ്റേ ദിവസം നമ്മൾ വായിക്കുന്നില്ല, എന്നാൽ പിശാച് അത്ര മോശമല്ല, അവൻ ഇത്രയും വേഗം പെട്ടെന്ന് ഈ സ്വസ്ഥത എടുത്താൽ നോക്കിയിരിക്കുന്നവനാണ്. അപ്പം ഒരുപക്ഷെ പിറ്റേ ദിവസം തന്നെ സാത്താൻ വന്ന് ഇവരെ പാപത്തിൽ വീഴിച്ച് ഉള്ള സ്വസ്ഥതയല്ല അസ്വസ്ഥതയായി മാറി. എന്ന് വെച്ചാൽ റെസ്റ്റ് ബിക്കെയിം റെസ്റ്റ്ലെസ്നെസ്. എന്ന് വെച്ചാൽ ആൾക്കാരങ്ങ് അസ്വസ്ഥരാണ്. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും അസ്വസ്ഥതയാണ്. നമ്മള് ഫിസിക്സിലൊക്കെ എൻട്രോപ്പി എന്നൊക്കെ പറയും, ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഈസ് ഇൻക്രീസിങ് ഇൻ ദ യൂണിവേഴ്സ്. എന്ന് വെച്ചാൽ എല്ലാ ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ എല്ലാത്തിന്റെയും ഓർഡർ കാര്യങ്ങളുടെ അതെല്ലാം അങ്ങ് മാറി ഡിസോർഡർ ലെവല് എല്ലാം അങ്ങ് വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രപഞ്ചത്തില്. ഇങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ പണമുണ്ട്, കൂടുതൽ ആസ്തിയുണ്ട്, കൂടുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്നാ കൂടുതൽ ആയുസ്സുണ്ട്, എന്നാ എന്തില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ആരോ പറഞ്ഞതുപോലെ അങ്ങാടിക്കടയില് സ്വസ്ഥതയോ സമാധാനം വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ആദ്യം ആൾക്കാർക്ക് യൂണിയൻ നിന്ന് വാങ്ങിക്കുന്നത് അതായിരിക്കും എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇല്ലാത്തൊരു കാര്യം. ബാക്കി എന്തെല്ലാം കാര്യങ്ങളും ഉണ്ട്, എന്നാൽ യഥാർത്ഥത്തിലുള്ളൊരു സ്വസ്ഥതയോ സമാധാനമോ ഒന്നും ഇല്ലാതെ, ഒരു ആശ്വാസം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ആ സ്വസ്ഥത, ഏതും തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആ സ്വസ്ഥത കർത്താവ് കാലത്തെരിയുമെങ്കില് വീണ്ടും ആദാമിന്റെ പാപം കഴിഞ്ഞ് ഏകദേശം ഒരു 4000-ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവ് അവതരിച്ചതെന്നാണ് നമ്മള് ബൈബിൾ നമ്മൾ പറയുന്നത്. അപ്പം അതിനുശേഷം വീണ്ടും ഒരു 2000-ഓളം വർഷത്തിന് ശേഷം നമ്മൾ ഇന്നിവിടെ ജീവിക്കുന്നത്. അപ്പോ ആ കാലത്തിന്റെ ഒത്തനടുക്ക് കർത്താവ് നിന്നുകൊണ്ട് പറയുക എന്താ, ഹിസ്റ്ററി ബിക്കെയിം ഹിസ്റ്റോറി. ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ച ആ നസ്രത്തിലെ തച്ചനായിട്ടുള്ള AD-യും BC ആയിട്ട് തിരിച്ച് കർത്താവ് കാലത്തെങ്കില് കർത്താവ് അവതരിച്ചിട്ട് നമ്മളിപ്പോ മത്തായി 11:28 വായിച്ച ആ വാക്യം, കർത്താവ് യുഗപുരുഷനായ യേശു കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് ആ സ്വസ്ഥത തരാം, ഐ വിൽ ഗിവ് യു ദാറ്റ് റെസ്റ്റ്. നിങ്ങൾക്ക് ആ സബത്ത് വിശ്രമം അവിടെ ഏതും തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടില്ലേ, ഏത് സബത്ത് വിശ്രമം പാപത്താൽ നഷ്ടപ്പെട്ടോ ആ വിശ്രമം ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാം പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം. ഗലാത്യർ 5:22-23 വാക്യങ്ങളിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ച് വായിക്കുന്നത്. അവിടെ എങ്ങനെ അത് തുടങ്ങുന്നത്? 9 കാര്യങ്ങൾ പറയുന്നത് സന്തോഷം, സ്നേഹം, സന്തോഷം, സമാധാനം, ലവ്, ജോയ്, പീസ്. ആ ഒരു പീസ്, ആ ഒരു സമാധാനം നമ്മളുടെ ഹൃദയത്തില് നിറഞ്ഞു കവിയുന്നൊരു സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്നൊരു സമാധാനമെന്ന് നമ്മളവിടെ ഫിലിപ്പർ 4:7 പറയുന്നുണ്ട്. ലോകത്തിന് നൽകാൻ കഴിയാത്തൊരു സമാധാനം എന്നാണ് യോഹന്നാൻ 14:27 വാക്യത്തിൽ കർത്താവ് പറയുന്നത്. അപ്പം കർത്താവിന് മാത്രം തരാൻ കഴിയുന്ന ഒരു ആശ്വാസവും സമാധാനവും അതിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മള് യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ വരുന്നു. ചിലർ പറയോ കർത്താവ്, ചിലർ പറയോ ഡോക്ടറെ ഞാൻ എത്ര തവണ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല, അല്ലെങ്കിൽ അപ്പം അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പ്രാർത്ഥിക്കുക ശരിയാണ്, നമ്മൾ ചിലപ്പോൾ അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ യഥാർത്ഥത്തില് കർത്താവിലേക്ക് വന്ന് കർത്താവിലൊന്ന് വസിച്ചുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ എന്താ സമാധാനത്തിന് നിറവുണ്ടാവും. പക്ഷെ നമുക്ക് അവർ വേണ്ടുന്ന എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും അത് കിട്ടുന്നില്ല, അത് എനിക്കൊരു സമാധാനമില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ പ്രാർത്ഥന ഞാൻ കുറച്ച് കാണുകയില്ല, പക്ഷെ നമ്മൾ ആ പ്രാർത്ഥനയിൽ വേണ്ടവണ്ണം ഒരുപക്ഷെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി കർത്താവിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കും. നമ്മളെ തന്നെ ഒരുപക്ഷെ നമ്മളുടേതായ പല അജണ്ടകളും ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന. ഈ കാര്യങ്ങൾ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അതെന്തായാലും ഞാൻ ആ കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല, ഈ കാര്യം നമ്മുടെ മർക്കട മുഷ്ടി പോലെ ഇങ്ങനെ വേണം. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പല കടുംപിടുത്തങ്ങളൊക്കെ വെച്ചുകൊണ്ട് പല ഉപാധികളൊക്കെ വെച്ച് കർത്താവ് എനിക്ക് ആ സമാധാനം തരണം, കർത്താവ് എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം, ഇങ്ങനെ പല ലിസ്റ്റൊക്കെ വെച്ച് ഇതിന്റെ ഉത്തരം തന്നോണം എന്ന് പറയുമ്പോൾ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ തന്നെ അങ്ങ് കർത്താവിന്റെ ഇടക്കിലേക്ക് വന്ന് കർത്താവിലങ്ങ് വസിച്ച് കർത്താവിന്റെ മാർവിൽ ചാരി ആ ഒരു സ്വസ്ഥത അനുഭവിക്കണമെന്ന് അവിടെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ മുമ്പേ അവരുടെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ വേണ്ടുന്നതെല്ലാം കൂടെ കൊടുക്കുമെന്ന് മത്തായി 6:33 നമ്മൾ വായിക്കുമ്പോൾ എന്താ കർത്താവിന്റെ രാജ്യവും നീതി എന്ന് പറഞ്ഞാൽ? കർത്താവിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ കർത്താവ് രാജാവായിരിക്കുന്നുണ്ടാണ് കർത്താവിന്റെ രാജ്യം. അപ്പൊ യേശു എന്റെ ജീവിതത്തിൽ രാജാവായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരുന്നു. എന്നുവെച്ചാൽ കർത്താവിന് എന്റെ ജീവിതത്തിന് ഉടമസ്ഥാവകാശം ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ എന്റേതായിട്ടുള്ള പല
പാപ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഞാൻ അങ്ങ് തുടരുന്നു. എന്റേതായിട്ടുള്ള പല കയ്പും പല അസ്വസ്ഥതയും പരാതിയും വിധിക്കുന്ന മനോഭാവവും നികളവും അശുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും പല അഡിക്ഷൻസും ബാക്കി അതെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ട് ദൈവമേ എനിക്ക് സമാധാനം തരണേ എന്ന് നമ്മളങ്ങ് പ്രാർത്ഥിച്ച് ഒരു ലാഘവത്തോടെ അങ്ങ് പ്രാർത്ഥിച്ചു പോയാല് പറ്റുകയില്ല. നമ്മള് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരണം. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് പുറംതിരിഞ്ഞ് വേണം വരാന്. കർത്താവ് അതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ മത്തായി 11:28 ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അവിടെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പിതാവേ സ്വർഗത്തിലും ഭൂമിക്കും, മത്തായി 11:25 വാക്യം, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ ഈ എന്താണ് ഈ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ ശിശുക്കൾക്ക് കർത്താവ് പറഞ്ഞ പല സത്യത്തിന്റെ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി പേർക്ക് മനസ്സിലായില്ല. അവരൊന്നും മാനസാന്തരപ്പെട്ടില്ല. അവര് വലിയ അത്ഭുത പ്രവൃത്തികളൊക്കെ അവിടെ നടന്നു. അതിന്റെ തൊട്ട് മുമ്പ് 20-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുവാണെങ്കിൽ കോരസീനെ ഖറാസിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ ബത്സേദ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ബത്സേദയിൽ നിന്നാണ് പത്രോസും അന്ത്രയോസും ഒക്കെ ബത്സേദയിൽ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 44-ാമത്തെ വാക്യത്തില് കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ 3 പേര് ബത്സേദയിൽ നിന്നായിരുന്നു. ആരൊക്കെയാ? ഫിലിപ്പ്, ആൻഡ്രൂ ആൻഡ് പീറ്റർ. അത് നമ്മളെ ഫിലിപ്പോസ്, യോഹന്നാൻ 1:44 ഫിലിപ്പോസും അന്ത്രയാസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവരായിരുന്നു. അപ്പൊ ഇത്രയും വലിയ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ്. കർത്താവിന് 3 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തോണ്ട് വന്ന സ്ഥലമാണ്. ബെത്സേദയിലാണ് അവിടെ ഫീഡിങ് ഓഫ് ദ 5,000 5 അപ്പം കൊണ്ട് 5000-ലേറെ പേരെ പോഷിപ്പിക്കുന്ന കാര്യം എന്നൊക്കെ നമ്മളവിടെ ലൂക്കോസ് 9-ാം അധ്യായം വായിക്കുമ്പോൾ ബെത്സേദയിലാണെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ വലിയ വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. എന്നാൽ അവരൊന്നും മാനസാന്തരപ്പെട്ടില്ല. അതാ കർത്താവിന്റെ വിഷമം. അതാ ഇതൊക്കെ ഈ അത്ഭുതങ്ങളൊക്കെ സോരിലും, ഞാൻ 21-ാമത്തെ വാക്യം മത്തായി 11 ഇതും കൂടെ വായിച്ച് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യുക. സോരിലും സീദോനിലും ഒക്കെ നടന്നിരുന്നെങ്കിൽ പണ്ട് തന്നെ അവര് രട്ടിലും വെണ്ണീരും മാനസാന്തരപ്പെടുമായിരുന്നു. 23-ാമത്തെ വാക്യത്തില് 22-ാമത്തെ വാക്യത്തിൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സൂര്യനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കഫർന്നഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? വലിയ കാപ്പർനഹൂം എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര അവര് അങ്ങ് നിഗളിച്ചിരിക്കുക എന്ന വലിയ ന്യായവിധി വരും. ഇതെല്ലാം ഈ കാര്യങ്ങളിലൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ കോരസീനിലും ബത്സേദയിലും കഫർനഹൂമിലും ഒക്കെ വലിയ വലിയ മിറക്കിൾസ്, വലിയ വലിയ അത്ഭുത പ്രവൃത്തികളൊക്കെ നടന്നിട്ടും അവര് മാനസാന്തരപ്പെട്ടില്ല. അവർക്ക് കർത്താവ് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വെളിപ്പാട് കിട്ടിയില്ല. അവര് ഞാൻ തന്നെ വലിയ ജ്ഞാനിയാണ് വിവേകിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ആർക്കേ കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തുള്ളൂ? ശിശുക്കൾക്കേ വരാൻ പറ്റത്തുള്ളൂ. ആ ഒരു കർത്താവ് 11-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ ഇത് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. എങ്ങനെ നമുക്ക് ശിശു ആവാൻ പറ്റുന്നേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പിതാവിനെ പുത്രനല്ലാതെ ആരും അറിയുന്നില്ല. പുത്രനും 27-ാമത്തെ വാക്യം പുത്രനും വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പിതാവിനെ നമുക്ക് ദൈവത്തെ പിതാവായിട്ട് അറിയണമെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കണം. ആർക്കാ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നേ? 25-ാമത്തെ വാക്യത്തിൽ ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെ ശിശു ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മള് കർത്താവിന്റെ അടുക്കിലേക്ക് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി നമ്മളങ്ങ് വരണം. എന്ന് പറഞ്ഞാല് എനിക്ക് നമ്മളുടേതായ ചില പ്രൗഢികളും നമ്മളുടേതായ പാരമ്പര്യങ്ങളും നമ്മളുടേതായ പല ഒത്തിരി ബാഗേജസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളുടെ തന്നെ കുറ്റബോധങ്ങളായിരിക്കും. എന്റെ ജീവിതത്തിൽ ഇത്രയെല്ലാം പ്രയാസങ്ങളും പാപങ്ങളും ഒക്കെ ഉണ്ടായി, ഇനിയിപ്പം ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റൂ. പക്ഷെ അതെല്ലാം അങ്ങ് വിട്ടുകളഞ്ഞ് കർത്താവേ ഞാനൊരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നത്, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ തള്ളിക്കളയിലും ഉപേക്ഷിക്കുകയിലും എന്നാണ് യോഹന്നാൻ 6:37 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മളൊരു കൊച്ചുകുഞ്ഞിനെ പോലെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി കർത്താവേ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു കർത്താവേ, എന്റെ ഈ ഒരു അവസ്ഥ. ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വാസത്തിലുള്ളവരായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഈ വചനങ്ങളൊക്കെ കേൾക്കുന്നവരായിരിക്കാം. പക്ഷെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും നമുക്കൊന്നും നിഗളിക്കാനില്ല. കർത്താവിന് മുമ്പാകെ നമുക്ക് ഞാനെന്തോ വലിയ ആളാണെന്നും പറയാൻ നമുക്കൊന്നുമില്ല. കർത്താവ് ഞാൻ വേറൊരു വട്ടപൂജ്യമാണ്, ഞാനൊരു 0 ആണ്, എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു, ഞാനൊരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ഞാനിങ്ങനെ വല്ലാത്ത പല തരത്തിലുള്ള അധ്വാനങ്ങളും ഭാരങ്ങളും പലതരത്തിലുള്ള കർത്താവേ ആകുല ചിന്തകളും അസ്വസ്ഥതകളും കയ്പുകളും ഒക്കെ എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു, എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു കർത്താവേ.
കർത്താവേ, എന്റെ അജണ്ടയൊന്നും വേണ്ട, എന്റെ ഇഷ്ടം പോലൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് കർത്താവ് നയിച്ചാൽ മതി. ഞാൻ എന്നെ തന്നെ അങ്ങ് ആ ഭാരങ്ങളെല്ലാം, ഞാൻ ആ ചിന്താകുലങ്ങളെല്ലാം അവിടുത്തെ മേലെ അങ്ങ് ഇട്ടു തരുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലെ ഇട്ടുകൊള്ളുവൻ എന്നല്ലേ 1 Putros 5:7 നമ്മൾ വായിക്കുന്നത്. അപ്പം എല്ലാ ചിന്താകുലങ്ങളും ഭാരങ്ങളും ഒക്കെ കർത്താവിന്റെ മേലെ ഇട്ടുകൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി, കർത്താവെ അവിടുത്തെ വചനത്തിന് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയും. പരിശുദ്ധാത്മാവ് ആ യേശുവിന്റെ മാർവിലെ ആ ഊഷ്മളത, കർത്താവിന്റെ ആ തിരുക്കരങ്ങളിലെ ആ ഒരു സ്പർശത്തിന്റെ ആ ഒരു ധൈര്യം, കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മളുടെ തോള് തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ ഉള്ള ഒരു വലിയൊരു സ്വസ്ഥതയും ആശ്വാസവും ഒക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ആശ്വാസം കൊണ്ട് നിങ്ങൾ എന്റെ കൂടെ ചേർന്ന് നടക്കണമെന്ന് അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്റെ മുഖമെടുത്ത് അന്ന് ന്യായപ്രമാണം എന്നൊരു മുഖം അവർക്ക് ഉണ്ടായിരുന്നു. നമ്മളത് അപ്പോസ്തലപ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 15:10 ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റാത്തൊരു മുഖം ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 15:10 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ എന്റെ മുഖം എടുക്കാനാണ് കർത്താവ് പറയുന്നത്. കർത്താവിന്റെ ന്യായപ്രമാണത്തിന്റെ വലിയ ഭാരമൊന്നും അവർക്ക് എടുക്കാൻ പറ്റിയില്ല ആർക്കും. എന്നാൽ എന്റെ വാക്കുകൾ, കർത്താവിന്റെ മുഖം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വചനം നമ്മളുടെ മേല് നമ്മൾ ആ കർത്താവിന്റെ വചനത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ, കർത്താവ് എന്റെ ഇഷ്ടം പോലില്ല, അവിടുത്തെ മുഖം പോലെ, അവിടുത്തെ വചനം പോലെ അങ്ങനെ നമ്മൾ കീഴടക്കി കൊടുക്കുമ്പോൾ ആ മുഖം ഒരു ക്രോസായിട്ട്, ഒരു ക്രൂശായിട്ട് മാറുന്നു. എന്റെ ഇഷ്ടമുണ്ട്, എന്റെ ഇഷ്ടം വേണ്ട കർത്താവ്, അവിടുത്തെ മുഖം പോലെ, അവിടുത്തെ വചനം പോലെ ആകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രോസ് ഉണ്ട്. അവിടെ കർത്താവ് ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് മരിക്കുന്നു, എന്നതിനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടെ ആത്മാവിനെ എന്നെ നിറയ്ക്കണം. നമ്മെ തന്നെ എവിടാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്, സമർപ്പണത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് എവിടാണോ നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കുന്നത്, അവിടെ നമുക്കൊരു വലിയ സ്വാതന്ത്ര്യം വരുന്നത്. നമ്മെ തന്നെ അങ്ങ് ഓരോരോ മേഖലകളെയും കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പം, താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പം അവിടെ വലിയൊരു സ്വാതന്ത്ര്യവും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയും. അപ്പൊ അവിടെ കർത്താവ് പറയും, എന്റെ മുഖമെടുത്ത് എന്റെ കൂടെ നടന്നാട്ടെ. എന്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ അത്രമാത്രം സൗമ്യതയും താഴ്മയുള്ളതാണെന്ന് അറിയാവോ. ഹൃദയത്തിൽ മലയാളം പരിഭാഷയിൽ വിട്ടുപോയൊരു വാക്കാണ്. ഞാൻ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയും, ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഐ ആം ജെന്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട്. താഡിയ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമുണ്ട്. സത്യവേദ പുസ്തകത്തിൽ എങ്ങനെയോ അത് വിട്ടുപോയി. ആ പരിഭാഷയിലുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. കർത്താവിന്റെ ഹൃദയത്തിലുള്ള ആ ഒരു, ആദ്യം കർത്താവിന്റെ കൂടെ ചേർന്ന് നടക്കുമ്പോൾ കർത്താവിന്റെ ഒരു സൗമ്യമായ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ, പിന്നെ കുറച്ചുകൂടെ ആദ്യം ഈ കർത്താവിനെ സൗമ്യത എവിടുന്നാ വരുന്നേ? കർത്താവിന്റെ ഹൃദയത്തിൽ വലിയൊരു താഴ്മ, പിതാവിന്റെ മുമ്പാകെ എല്ലാം ആയിരുന്ന ആ പുത്രൻ, പിതാവിനോട് സമനായിരുന്ന പുത്രൻ ഇവിടെ എത്ര ഒരു പൂജ്യമായിട്ട് തന്നെ താഴ്ത്തി പിതാവിന്റെ ഹിതപ്രകാരം താണു വന്ന് നമുക്ക് ഒരു നല്ല മുന്നോടിയായിട്ട് കർത്താവ് എന്റെ കൂടെ നടക്കുന്നു. അപ്പൊ ആ കർത്താവിന്റെ ആ സൗമ്യതയും താഴ്മയും ഒക്കെ കർത്താവിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ കർത്താവിന്റെ കൂടെ, കർത്താവിനെ പോലെ എങ്ങനെ ചിന്തിക്കണം, കർത്താവിനെ പോലെ എങ്ങനെ സംസാരിക്കണം, കർത്താവിനെ പോലെ എങ്ങനെ പെരുമാറണം. ശരിയാണ്, ചില കാര്യങ്ങളിലൊക്കെ കർത്താവിന് വളരെ കാർക്കശ്യത്തോടെ, വളരെ ഫേമായിട്ട് പെരുമാറിയത് നമുക്കറിയാം. എന്നാൽ അതൊരു ജഡത്തിൽ നിന്നുള്ളൊരു കാർക്കശ്യമല്ല, പക്ഷെ ആത്മാവിൽ നിന്നുള്ളൊരു തീക്ഷ്ണതയോടെ പല കാര്യങ്ങളും നമ്മൾ ഫേമായിട്ട് നിൽക്കേണ്ടടുത്ത് ഫേമായിട്ട് നിൽക്കണം എന്ന് നമ്മൾ ആശ്വാസത്തോടെ, സൗമ്യതയോടെ, താഴ്മയോടെ, ആ ഒരു മനസ്സിലൂടെ ആയിരിക്കണം. ആ ഒരു ബാലൻസിൽ എപ്പോഴും എങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെയൊക്കെ കർത്താവിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, യു ഷാൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ്. നിങ്ങളുടെ പ്രാണന് സ്വസ്ഥത കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ആദ്യം ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് സ്വസ്ഥത എന്ന് നിറച്ച് അത് നിറഞ്ഞു കഴിഞ്ഞ് പ്രാണനിലും ഒരു സ്വസ്ഥത, നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ചിന്തകൾ, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ചിന്തകൾ, പിന്നെ വികാരങ്ങൾ, തീരുമാനങ്ങൾ എല്ലാം അടങ്ങുന്ന നമ്മുടെ പ്രാണൻ, നമ്മുടെ സോൾ, നമ്മുടെ ദേഹി, അവിടെയും കർത്താവിന്റെ ഒരു സ്വസ്ഥതയോടായിരിക്കാനും. അപ്പോ നമുക്ക് മനസ്സിലാവുന്ന എന്താ, എന്റെ മുഖം മൃദുവാണ്. ഈ പാപത്തിന്റെ മുഖം മാതിരിയോ, ലോകത്തിന്റെ മുഖം മാതിരിയോ, സാത്താന്റെ മുഖം മാതിരിയോ അല്ല, ന്യായപ്രമാണത്തിന്റെ മുഖം പോലെയല്ല. കർത്താവിന്റെ മുഖം വളരെ മൃദുവാണ്. കർത്താവിന്റെ വചനം അത് ചില കഠിനമായിട്ടുള്ള മുഖമാണെങ്കിൽ ഈ കാളയുടെ ഒക്കെ മേലെ ഈ മുഖം വെക്കുമ്പോൾ അവരുടെ ആ തൊലിയൊക്കെ പൊട്ടിപ്പോകും. എന്നാൽ മൃദുവായിട്ടുള്ള മുഖമാണെങ്കിൽ തോലൊന്നും പൊട്ടിപ്പോകത്തില്ല എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ മുഖം നമ്മളെ അങ്ങ് കഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല, അത് മൃദുവാണ്. അവരുടെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് 1 യോഹന്നാൻ 5:3 നമ്മൾ വായിക്കുന്നത്. മൃദുവായിട്ടുള്ള മുഖം, അവിടുത്തെ ചുമട്, കർത്താവ് നമ്മളോട് പറയുന്ന കർത്താവിന്റെ കൽപ്പനകളും കാര്യങ്ങളും ഒക്കെ, ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാനും, ചില പാപസ്വഭാവങ്ങള്, ചില ബന്ധങ്ങള്, ചില തരത്തിലുള്ള ചില ചിന്താരീതികള്, ചില കാര്യങ്ങളൊക്കെ അതങ്ങ് വിട്ടുകളയാന്, അതൊക്കെ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരാന്, അതൊക്കെ കർത്താവ് തരുന്ന ആ ചുമട് വളരെ ലഘുവാണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മുഖം അതിന്റെ അപ്പുറത്തെ വശത്തെ ഭാരം എടുക്കുന്ന ആരാ? കർത്താവ് തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭാരമൊന്നും തോന്നിക്കത്തില്ല. നമ്മളിപ്പോ ഈ കൊച്ചു പിള്ളേര്
അത് നമ്മളൊരു മേശ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞു പറയും എനിക്കും കൂടെ അച്ഛനെ സഹായിക്കണം. അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാൽ കൊച്ചും കൂടെ സഹായിക്കുകയാണെങ്കിൽ കുറച്ചൊരു പാടേ ഉള്ളൂ, നമുക്ക് സ്വന്തമായിട്ടൊക്കെ മാറ്റാൻ ഒക്കുന്നുള്ളത് നമുക്കറിയാം. പിന്നെ കുഞ്ഞിന് പക്ഷേ ഒരു സന്തോഷം ഉണ്ടായിട്ട് വെച്ചാൽ ആ മേശ കാറ്റത്ത് മോളും കൂടെ പിടിച്ചു മോനും കൂടെ പിടിച്ചു എന്ന് നമ്മൾ പറയും. അപ്പൊ കൊച്ചിങ്ങനെ പിടിക്കും, പക്ഷെ നമ്മളായിരിക്കും ഭാരമെല്ലാം ചുമന്ന് ഇങ്ങോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ കൂടെ നമ്മളൊന്ന് ഈ മേശയുടെ അറ്റത്തുനിന്ന് പിടിച്ചാൽ മതി, കർത്താവിനെ ഭാരമെല്ലാം ചുമന്നങ്ങ് വെച്ചോളൂ. എത്ര വലിയൊരു സന്തോഷമുള്ള ജീവിതം. ഞാനൊരു വാക്കങ്ങ് പ്രാർത്ഥിച്ചങ്ങ് കൺക്ലൂഡ് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, എത്ര സൗഭാഗ്യമുള്ളൊരു ജീവിതത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എത്ര സ്വസ്ഥതയോടെ സമാധാനത്തോടെ, എത്ര കർത്താവേ അവിടുത്തെ മാർഗിലെ ഊഷ്മളതയോടെ, അവിടുത്തെ മുഖപ്രകാശത്തിന്റെ ആ ഒരു സൗരഭ്യത്തോടെ കർത്താവേ സാഫല്യത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ കർത്താവ് അങ്ങ് വിളിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പലപ്പോഴും കർത്താവെ അസ്വസ്ഥത അനുഭവിക്കാതെ വേറെ പല കാര്യങ്ങളിലും ഉഴലുന്നവരാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാറ്റിനെയും കൂടുതലിനെയൊക്കെ അടക്കാൻ അങ്ങേക്ക് കഴിയും. നിങ്ങൾക്ക് കഴിയുന്ന കൂടുതലൊന്നും അവിടുന്ന് അനുവദിക്കത്തില്ല. ഞങ്ങളെപ്പോലെ എല്ലാത്തിലും കർത്താവ് പരീക്ഷിക്കപ്പെട്ടവനായിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ളവൻ, ഞങ്ങളുടെ കൂടെ സഫർ ചെയ്യുന്ന, ഞങ്ങളുടെ കൂടെ കർത്താവെ ഞങ്ങളുടെ ആ ദുഃഖത്തെ പങ്കിടുന്ന ഞങ്ങളുടെ കർത്താവ്. അതെ കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും വിഹുലതകളും ഒക്കെ വേറൊരാൾക്ക് മനസ്സിലാവുന്നതിലുപരി കർത്താവെ അങ്ങക്ക് കർത്താവെ സ്വർഗത്തിലാണ് ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഏറ്റവും അധികമായിട്ട് സെൻസ് ചെയ്യപ്പെടുന്നത്. കർത്താവെ അവിടുത്തെ ആ സ്വർഗത്തിന്റെ ഹൃദയത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഫ്രഷായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പാപങ്ങളും വിട്ടുതിരിയുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. എല്ലാ പാപങ്ങളും ഞങ്ങൾ ഏറ്റുപറയുന്നു, തിരിഞ്ഞ് ഉപേക്ഷിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അവിടുത്തെ ജീവിതത്തിന് തേരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരണമേ. അങ്ങനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കർത്താവ് ആരോടും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ, എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ ആരോടും ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഞങ്ങൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷമ ചോദിക്കാൻ എന്തെങ്കിലും കർത്താവ് കർത്താവ് ഒരു നല്ല മനസാക്ഷിക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തീർത്ത് സെറ്ററേറ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഇവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണം. ദിനംപ്രതി അവിടുത്തെ വചനത്തിൽ വേരൂന്നുവാൻ, ധ്യാനിക്കുവാൻ, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുത്തെ ആത്മാവിനെ നിറയപ്പെടുവാൻ, കൂട്ടായ്മയിൽ വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സഹായിക്കണം. അവിടുത്തെ സാക്ഷികളായിട്ട് അനേകർക്ക് അനുഗ്രഹമാകുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. കൂടിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഒരു വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അന്ധകാരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബന്ധിച്ച് അവിടുന്ന് അവരെല്ലാം വിടുവിക്കണം. വലിയ ആശ്വാസവും സമാധാനവും കൊടുക്കണം, വലിയ വിടുതൽ നൽകണം കർത്താവ്. അവിടുത്തെ പുണ്യനാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. അനേകരിലേക്ക് കർത്താവെ ഈ യേശുവിന്റെ ഈ സൗരഭ്യം പരക്കട്ടെ. അനേകരെ വിടുതലിലേക്കും സ്വസ്ഥതയിലേക്കും ആശ്വാസത്തിലേക്കും വലിയ പ്രത്യാശയിലേക്കും വരട്ടെ കർത്താവെ. അവിടുത്തെ പുണ്യനാമത്തെ മുഖത്തപ്പെടുത്തിയായിട്ട് ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന്റെ വലിയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.